നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബൈറ്റ് ആയതുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയത്. ടി ജെ ശ്രീലാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, നമുക്കൊപ്പം തുടരുകയാണ്. ടി ജെ ശ്രീലാൽ, ഇപ്പോൾ 2 പാക്കേജുകളുടെ ഭാഗമായി 2.4 ബില്യൺ രൂപയാണ് ഇപ്പോൾ പാകിസ്ഥാനായി IMF അനുവദിച്ചിരിക്കുന്ന വായ്പ. യഥാർത്ഥത്തിൽ ഇതൊരു ടെറർ ഫണ്ടിംഗ് ആണ് എന്നുള്ളത് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. പാകിസ്ഥാന് നൽകുന്ന പണം ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടിയും ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും പണം നൽകുമ്പോഴാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരുന്നത്. IMF എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ പണം ഇന്ത്യക്കെതിരെ തന്നെ അവർ ഉപയോഗിക്കുമെന്ന കാര്യം കൃത്യമല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ലഭിക്കുന്ന ഒരു വായ്പ? തീർച്ചയായും പാകിസ്ഥാൻ തകർന്നു നിൽക്കുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സഹായമാണ് ഇപ്പോൾ IMF നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന് അത്തരമൊരു സഹായം IMF അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്നും അത്തരമൊരു സഹായം ലഭിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. കാരണം തെളിവടക്കം ഇന്ത്യ രാജ്യാന്തര തലങ്ങളിൽ രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതാണ് പാകിസ്ഥാൻ ഈ പറയുന്ന തീവ്രവാദം കാഴ്ചയയക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യാന്തര സഹായം മുഴുവൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ത്യ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളെയും, ലോകരാജ്യങ്ങളെയും, ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയും എല്ലാം വ്യക്തമായി ഇന്ത്യ തെളിവടക്കം നൽകി വിശദീകരിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബാക്കി അംഗരാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഈ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകാൻ അതിലൂടെ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. കാരണം ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാന്റെ ഈ തീവ്രവാദം വച്ചുപൊറിപ്പിക്കില്ല എന്നുള്ള, അതിനൊപ്പം നിൽക്കില്ല, ഇനി അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള കർശനമായ നിലപാട് ഇന്ത്യ ഇന്നലെ ഈ പറയുന്ന മോണിറ്ററി ഫണ്ടിന്റെ യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം പാകിസ്ഥാന് ഈ പറയുന്ന നയതന്ത്ര തലത്തിൽ ഒളിക്കാനാകില്ല ഈ യുദ്ധത്തിൽ എന്നുള്ളത് വ്യക്തമാക്കുക തന്നെയാണ് ഏത് രാജ്യാന്തര തലത്തിലുള്ള കൂടിക്കാഴ്ചകളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യോഗങ്ങളിലും ഇന്ത്യ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടതും. കാരണം ഇന്ത്യ ഈ നിലപാട് മാറ്റാൻ ഈ IMFന്റെ സഹായം പ്രഖ്യാപിച്ച ശേഷമാണ് ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കുകയും ഇന്ത്യ ചില കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഈ പണം പാകിസ്ഥാനിലേക്ക് എത്തുന്നതിന് മുൻപ്, ഈ സഹായം പാകിസ്ഥാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന് നൽകേണ്ട മറുപടികൾ നൽകി തുടങ്ങുക എന്നുള്ള ഒരു നിലപാട് കൂടി ഇതിനകത്തുണ്ട് എന്ന് നാം പറഞ്ഞാൽ അത് തെറ്റാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കുള്ള കൃത്യമായ ആലോചനയോടുള്ള നടപടികളാണ് ഇന്നലെ ഈ തീരുമാനം വന്ന ശേഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഉറപ്പായും ആ വിധത്തിലുള്ള നടപടികളാണ് ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ടി ജെ ശ്രീലാൽ തുടരുക.